ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്രിഡ്ജിൻ്റെ ബോർഡ് ഡെഡായിപ്പോയി. ഇത് ഗോദ്രാജ് കമ്പനിയുടെ ഫ്രിഡ്ജാണ്. ഇതിൻ്റെ ബോർഡ് ഓണാകാത്ത മെയിൻ കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം. ഐ സി പോയതാണ്, ഐ സി ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പമ്പ് വെച്ച് നമ്മൾ ഊരിയെടുക്കുന്നത്, അയൺ വെച്ച് ഐ സിയുടെ ലെഗ് നല്ല ചൂടായി കൊടുത്തിട്ട് നമുക്ക് പമ്പ് വെച്ച് വലിക്കണം. പ്രിൻ്റ് പറയാതെ നമ്മൾ സൂക്ഷിക്കണം. അപ്പം വരാൻ മടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ലഡും കൂടെ അയണെ തൂത്ത് കൊടുത്തിട്ട് ആ ലഗ്ഗയിലോട്ട് പുരട്ടി നല്ലപോലെ ഹീറ്റ് ചെയ്തിട്ട് പമ്പ് വെച്ച് വലിക്കുക. ഇപ്പം ഇത് ചെയ്യുന്നതിൻ്റെ മുഴുവൻ ഭാഗം ഇപ്പം ഈ വിരിക്കത്തില്ല, കുറച്ച് ഭാഗം മാത്രം. ബോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പറഞ്ഞായിരുന്നു, കുറേ ബോർഡ് ഐ സി മാറ്റുന്നതിൻ്റെ വീഡിയോ കൂടുതൽ ഇടാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ഭാഗം മാത്രം വീഡിയോ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഐ സി ഊരുന്നത്. അതിനുശേഷം നമ്മൾ ഡ്രൈ സോൾഡർ വെച്ച് അവിടെ കുറച്ച് ഭാഗം ഒന്ന് ഡ്രൈ ആക്കി കൊടുക്കുക. സൂക്ഷിച്ച് വേണം, പ്രിൻ്റൊന്നും പറയാത്ത രീതി വേണം നമ്മളത് ചെയ്യാൻ. നമ്മൾ ഐ സിയുടെ ലെഗെല്ലാം ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് പതുക്കെ ഒന്ന് പൊക്കി കൊടുക്കുക. സൂക്ഷിച്ചുകൊണ്ട് നമ്മളത് എടുക്കാൻ ചെറിയ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ അടിച്ച് പൊക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ലെഡെല്ലാം അതിൽ നിന്ന് പോയിട്ട് വേണം നമ്മളിതിങ്ങനെ പൊക്കിയെടുക്കാൻ. ഒന്നൂറൊന്ന് ഫ്യൂസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുവാണ്. എല്ലാം കാണിക്കുന്നുണ്ട്, കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. കോയിൽസും എല്ലാം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ് നമ്മൾ ഐ സി പുതിയ ഇടുന്നതിന് മുമ്പ്. അപ്പം നമ്മൾ പുതിയ ഐ സി ഇടാൻ പോവാണ്. അതിപ്പോൾ നമ്മൾ ആ കറക്റ്റായിട്ട് ലെഗിലേക്ക് കയറ്റി വെക്കുക. അതിൻ്റെ ഹോളെല്ലാം നോക്കി കാലൊന്നും വളയാത്ത പോലെ കയറ്റി വെക്കുക. ഒരു ലെഗ് വളഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമ്മളൊന്ന് കറക്റ്റായിട്ട് അതൊന്ന് വെച്ച് കൊടുക്കുകയാണ്.
കോയിലിനും ചെറിയ പ്രശ്നമുണ്ട് തോന്നുന്നു. ഒരു ചോപ്പർ കോയിൽ വരുന്നുണ്ട്, ഇതും മാറ്റേണ്ടി വരും. അതിനും കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല, അപ്പോൾ കോയിലും പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിതുപോലെ നൂരിയെടുക്കുക. അവിടെ ഇച്ചിരി ഫ്ലെക്സൊക്കെ തൂത്ത് കൊടുക്കണം. എന്നിട്ട് ലെഡ് നമ്മൾ പിടിപ്പിക്കണം. അവിടെ നമ്മൾ പമ്പ് വെച്ച് അതിനകത്ത് ലെഡെല്ലാം എടുക്കുക. അവിടെ ഇപ്പോൾ ഇച്ചിരി കട്ടിക്ക് സോൾഡിങ് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇച്ചിരി കൂടെ ലെഡ് അവിടെ ചൂടാക്കി പിടിപ്പിച്ചതിന് ശേഷം വേണം മാത്രമേ പമ്പ് വെച്ച് വലിച്ചാൽ വരത്തുള്ളൂ. അങ്ങനെയാണ് നമ്മളൊരു PCBയിലെ ഓരോ കമ്പോണൻറ്റ് ഊരിയെടുക്കുന്നത്. അപ്പം നമ്മൾ ആ ചോപ്പർ കോയിൽ ഊരുന്നതിന് മുമ്പ് തന്നെ അതിനടുത്ത് ചെറിയൊരു ഒക്ടാ കപ്ലർ പോലത്തെ 4 കാറുള്ള ഒരു ചെറിയൊരു IC പോലെ കാണാം. അത് നമ്മളൊന്ന് ഊരി മാറ്റണം. ICയും ഇതൊക്കെ മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ മാറ്റി കൊടുക്കണം. IC പോകുമ്പം അതും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഡ്രൈ ആക്കിയിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ സൈഡിൽ കാണും ചെറിയൊരു 4 കാറുള്ള. അപ്പോൾ അത് വിലയൊന്നുമില്ല, 2 രൂപ 3 രൂപയൊക്കെ ഉള്ള സാധനമാണ്. അത് നമ്മൾ മാറ്റി കൊടുക്കണം. അതും കൂടെ ഞാനൊന്ന് വേറെ ഊരി മാറ്റിയിട്ട് പുതിയ ഒരെണ്ണം ഇടാൻ പോവാണ്. പുതിയ ഒരെണ്ണം ഇടാൻ പോകണം അവിടെ. അതും ഒന്ന് സോൾവ് ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പോൾ ഈ ബോർഡിൽ നിന്ന് 2 വയർ ഞാൻ കൊടുത്തേക്കുന്നത് നമുക്ക് പവർ കൊടുത്ത് ഓണാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് ബോർഡിലോട്ട് സോൾവ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരു കോഡ് വയർ. AC സപ്ലൈ കുത്താൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ കോയിൽ ഊരാൻ പോകണം, ട്രാൻസ്ഫോമർ.
അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ അവിടുത്തെ ലെഡെല്ലാം നമ്മൾ പമ്പ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഒന്ന് സ്കൂട്ടർ വെച്ചൊന്ന് പൊക്കി എടുക്കാം. കാലുകളെല്ലാം നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മളിങ്ങനെ സ്കൂട്ടർ വെച്ച് പൊക്കാം ഓരോ കമ്പോണൻറ്റും. അല്ലെങ്കിൽ അത് പകുതി പറഞ്ഞ ബോർഡിലിരിക്കാൻ ചാൻസ് ഉണ്ട്. AC-യുടെയും ഫ്രിഡ്ജിൻ്റെ എല്ലാ ബോർഡുകളും പവർ സപ്ലൈ SMPS വരുന്ന ബോർഡെല്ലാം റെഡിയാക്കുന്നത് ഇങ്ങനെയാണ്. ഡെഡായി പോകുന്ന ബോർഡുകളെല്ലാം നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പുതിയൊരു ചോപ്പർ കോലി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അവിട്ടൊന്ന് വെക്കാം. ഒന്ന് സോൾവ് ചെയ്ത് പിടിപ്പിക്കാം. നമ്മുടെ ബോർഡിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇത് കുത്തിയപ്പോൾ ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ വരുവാൻ നമുക്ക് നല്ലതായിരിക്കും.